നമസ്കാരം. ധനുസ് പി എസ് ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 10th പ്രിലിംസ് 2025 ചോദ്യപേപ്പറാണ്. പേപ്പർ കോഡ് 5/2025. ഇത് നടക്കാനിരിക്കുന്ന 10th പ്രിലിംസ് എക്സാമിന് എഴുതാൻ പോകുന്ന എല്ലാവരും പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ചെയ്തിട്ട് പോവുക. 90+ മാർക്കുമായിട്ട് മാത്രമേ എക്സാം ഹാളിലേക്ക് പോകാവൂ. അതിന് പ്രകാരം നമുക്ക് ഈ ചോദ്യങ്ങളൊക്കെ ചെയ്ത് നോക്കാം, പരിശീലിച്ച് നോക്കാം. ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ഒന്നാമത്തെ ചോദ്യം. ഓക്കെ, റെഡി അല്ലേ? ഫസ്റ്റ് വൺ, ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ആരാണ്? ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ആരാണ്? ആൻസർ ഓപ്ഷൻ സി അബ്ദുൽ കലാം ആസാദ്. ഓപ്ഷൻ സി അബ്ദുൽ കലാം ആസാദ്. ഇന്ത്യ വിൻസ് ഫ്രീഡം, അബ്ദുൽ കലാം ആസാദ്. നെക്സ്റ്റ് ചോദ്യം, ആസാം ഹിമാലയ പർവ്വതങ്ങളിൽ ഉയരം കൂടിയത് ഏതാണ്? ആസാം ഹിമാലയ പർവ്വതങ്ങളിൽ ഉയരം കൂടിയത് ഏതാണ്? ആൻസർ നമച്ചബർവ. നെക്സ്റ്റ് വൺ, കാശ്മീർ ഹിമാലയ ഭാഗത്ത് കണ്ടുവരുന്ന കുങ്കുമപ്പൂ കൃഷിക്ക് അനുയോജ്യമായ മണ്ണിനമാണ് കരീവ മണ്ണിനം. കരീവ മണ്ണിനം. ദേശീയ ഹരിത ട്രൈബ്യൂണൽ നിയമം മൂലം നിയന്ത്രിച്ച ഖനന പ്രവർത്തനം ഏതാണ്? ദേശീയ ഹരിത ട്രൈബ്യൂണൽ നിയമം മൂലം നിയന്ത്രിച്ച ഖനന പ്രവർത്തനം ഏതാണ്? ആൻസർ റാറ്റ് ഹോൾ മൈനിങ്. റാറ്റ് ഹോൾ മൈനിങ്. ടൂത്ത് പേസ്റ്റിലെ പ്രധാന ഘടകമാണ്? ആൻസർ ടൈറ്റാനിയം ഓക്സൈഡ്. മധ്യഘട്ടത്തിലോ കീഴ്ഘട്ടത്തിലോ അവസാദങ്ങളുടെ ഭാരം കാരണം വളഞ്ഞു പുളഞ്ഞൊഴുകുന്ന നദി സൃഷ്ടിക്കുന്ന ഭൂരൂപമാണ് ഏത്? ആൻസർ ഓക്സ്ബോ തടാകങ്ങൾ. ആൻസർ ഓക്സ്ബോ തടാകങ്ങൾ. നറൗറ ആണവ നിലയം സ്ഥിതി ചെയ്യുന്നത് സംസ്ഥാനം ഏതാണ്? നറൗറ ആണവ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. നറൗറ, ഉത്തർപ്രദേശ്. നെക്സ്റ്റ് വൺ, 2024 ഒക്ടോബറിൽ ബ്രിക്സ് ഉച്ചകോടി നടന്നത് എവിടെയാണ്? ആൻസർ കസാൻ, റഷ്യ. നെക്സ്റ്റ് വൺ, ഗുർ, ഖണ്ഡസാരി എന്നീ പദങ്ങൾ ഏത് വ്യവസായവുമായി ബന്ധപ്പെട്ടതാണ്? ഗുർ, ഖണ്ഡസാരി എന്നീ പദങ്ങൾ ഏത് വ്യവസായം ബന്ധപ്പെട്ടതാണ്? ആൻസർ പഞ്ചസാര വ്യവസായം. ആൻസർ പഞ്ചസാര വ്യവസായം. അടുത്ത ചോദ്യം, അജണ്ട 21 എന്നത് എന്തിനെ കുറിക്കുന്നു? അജണ്ട 21 എന്നത് എന്തിനെ കുറിക്കുന്നു? ആൻസർ ആഗോള സുസ്ഥിര വികസനം. ആഗോള സുസ്ഥിര വികസനം. ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന ഏത് പ്രായപരിധി ഉള്ളവരെയാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്? ആൻസർ 70 വയസ്സിന് മുകളിലുള്ള എല്ലാവരും. നെക്സ്റ്റ് വൺ, ദേശീയ ഹരിത ട്രൈബ്യൂണൽ സ്ഥാപിതമായ വർഷം ഏതാണ്? ദേശീയ ഹരിത ട്രൈബ്യൂണൽ സ്ഥാപിതമായ വർഷം ഏതാണ്? ആൻസർ 2010. ലഞ്ച് ബിൽ പദ്ധതി ആവിഷ്കരിച്ച സംസ്ഥാനം ഏതാണ്? ലഞ്ച് ബിൽ പദ്ധതി ആവിഷ്കരിച്ച സംസ്ഥാനമാണ്? ആൻസർ കേരളം. നെക്സ്റ്റ് വൺ, താഴെ പറയുന്നവയിൽ 1920 നിസ്സഹകരണ സമരവുമായി നിസ്സഹകരണ പ്രസ്ഥാനവുമായി ബന്ധമില്ലാത്തത് ഏതൊക്കെയാണ്? പ്രസ്താവനകൾ ഇതാണ്: തിരഞ്ഞെടുപ്പുകൾ ബഹിഷ്കരിക്കുക, ഫ്യൂഡൽ നികുതി നൽകുക, നികുതി നൽകാതിരിക്കുക. ഇതിൽ ബന്ധമില്ലാത്ത പ്രസ്താവന ഏതായിരുന്നു? ആൻസർ ഓപ്ഷൻ ബി ആണ്, രണ്ടാമത്തതാണ്. ഫ്യൂഡൽ നികുതി നൽകുക എന്നുള്ളതാണ് ബന്ധമില്ലാത്ത പ്രസ്താവന. നെക്സ്റ്റ് ചോദ്യം, താഴെ പറയുന്നവയിൽ ശ്രീനാരായണ ഗുരു രചിച്ച ഗ്രന്ഥം ഏതാണ്? ആൻസർ നവമഞ്ജരി. ആൻസർ നവമഞ്ജരി. നെക്സ്റ്റ് വൺ, ജലസംഭരണിയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ ഹാരപ്പൻ പ്രദേശം ഏതാണ്? ആൻസർ ധോളാവീര. ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ ആനി ബസന്റുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏതാണ്? ബന്ധമില്ലാത്ത പ്രസ്താവന ആൻസർ ഓപ്ഷൻ ബി ആണ്, ഒന്നാമത്തെ മാത്രം. ഗുലാംഗിരി എന്ന ഗ്രന്ഥം രചിച്ചത് ആനി ബസന്റ് അല്ല എന്നതാണ്. ആനി ബസന്റിന്റെ പ്രവർത്തനങ്ങൾ നോക്കാം ഒന്നുകൂടി, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഭഗവത്ഗീത ഇംഗ്ലീഷിൽ വിവർത്തനം ചെയ്തു. 1916 ഹോമൽ പ്രസ്ഥാനം ആരംഭിച്ചു. ഈ ഹോമൽ പ്രസ്ഥാനം എന്നുള്ളത് 2026 ചോദ്യപേപ്പറുകളിലൊക്കെ സ്ഥിരം കണ്ടുവരുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് ഒന്ന് നോക്കി വെച്ചേക്കുക. എന്താണ്? ആനി ബസന്റ് 1916 ഹോമൽ പ്രസ്ഥാനം ആരംഭിച്ചു. എവിടെയായിരുന്നു? അടയാറിൽ. നെക്സ്റ്റ്, പാഞ്ചാലി ശപഥം എഴുതിയത് ആരാണ്? പാഞ്ചാലി ശപഥം എഴുതിയത് സുബ്രഹ്മണ്യ ഭാരതി. സ്വാഭിമാന പ്രസ്ഥാനം ആരംഭിച്ചത് ആരാണ്? സ്വാഭിമാന പ്രസ്ഥാനം ആരംഭിച്ചത്
ഇ വി രാമസ്വാമി നായ്ക്കർ. ഇ വി രാമസ്വാമി നായ്ക്കർ. നെഗറ്റീവ് അടിക്കരുത്. ഇ വി രാമസ്വാമി നായ്ക്കർ. സ്വാഭിമാനം ഇ വി രാമസ്വാമി നായ്ക്കർ. ഇ വി രാമസ്വാമി നായ്ക്കർ. സ്ത്രീകൾക്ക് സർക്കാർ ബസ്സുകളിൽ സൗജന്യയാത്ര നൽകുന്ന പദ്ധതിയായ മഹാലക്ഷ്മി സ്കീം നടപ്പിലാക്കിയ സംസ്ഥാനം ഏതാണ്? ആൻസർ തെലുങ്കാനയാണ്. മഹാലക്ഷ്മി സ്കീം തെലുങ്കാന. ഇന്ത്യൻ ഭരണഘടനയിലെ വകുപ്പുകളും മൗലിക അവകാശം നിന്നിട്ടുണ്ട്. ചേരുംപടി ചേർക്കുക. ആൻസർ ഓപ്ഷൻ എ ആണ്. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം 19-22, സമത്വത്തിനുള്ള അവകാശം 14-18, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം 25-28, ചൂഷണത്തിനുള്ള അവകാശം 23-24. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യമാണ്. ഏത് പരീക്ഷയ്ക്കും ചോദിക്കാൻ, പ്രിലിംസ് ചോദിക്കാൻ വളരെ ചാൻസ് ഉള്ള ചോദ്യമാണ്. സിംഗിളായിട്ട് വേണമെങ്കിലും ചോദിക്കാവുന്നതാണ്. അതുകൊണ്ട് വകുപ്പുകൾ അത്രയും തന്നെ പഠിക്കുക, മൗലിക അവകാശങ്ങളും പഠിച്ചു വെച്ചേക്കുക. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം. ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് ആരാണ്? പിംഗലി വെങ്കയ്യ. ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ ഇന്ത്യൻ ഭരണഘടനയിൽ നിലവിലുള്ള മൗലിക കർത്തവ്യങ്ങളിൽ ഉൾപ്പെടുന്നവ ഏതല്ല? ഉത്തരം ഓപ്ഷൻ ഡി, ഇവയെല്ലാം എന്നുള്ളതാണ്. ഇവയെല്ലാം എന്നുള്ളതാണ്. അതായത് ദേശീയ പതാകയെയും ദേശീയ ഗാനത്തെയും ആദരിക്കുക. മൗലിക കർത്തവ്യങ്ങൾ: ദേശീയ പതാകയെയും ദേശീയ ഗാനത്തെയും ആദരിക്കുക. ഇന്ത്യയുടെ പരമാധികാരം, ഐക്യം, അഖണ്ഡത എന്നിവ മുറുകെ പിടിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുക. ദേശീയ വികാസം, മാനവിക പുരോഗതി, മാനവികത എന്നിവയുടെ വികാസം സംബന്ധിക്കുന്ന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുക. ഒരു പോയിന്റ് കൂടി, ദേശീയ പതാക, ദേശീയ ഗാനം ഓർക്കുക. ഇന്ത്യയുടെ പരമാധികാരം, നമുക്ക് എന്ത് വേണം? ഐക്യവും സമഗ്രതയും വേണം. പിന്നെ ശാസ്ത്ര വികാസം നടപ്പിലാക്കണം, മാനവിക പുരോഗതി നടപ്പിലാക്കണം, മാനവികതയും നടപ്പിലാക്കണം. ഓക്കെ, അത്രയുമാണ് മൗലിക കർത്തവ്യങ്ങളിൽ, ഒരു പൗരൻ്റെ മൗലിക കർത്തവ്യങ്ങളിൽ പെടുന്ന കാര്യങ്ങൾ. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്നത് ആരാണ്? ആൻസർ രാഷ്ട്രപതി. താഴെ പറയുന്നവയിൽ വിവരാവകാശവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ശരിയായ പ്രസ്താവനകൾ ആൻസർ ഓപ്ഷൻ സി ആണ്. 1ഉം 2ഉം മാത്രമുള്ളതാണ്. അതായത് 2005 വിവരാവകാശ നിയമപ്രകാരമാണ് ഈ കമ്മീഷൻ വന്നിട്ടുള്ളത്. ദെൻ വിവരാവകാശ കമ്മീഷൻ നിയമിക്കുന്ന ആരാണ്? രാഷ്ട്രപതിയാണ്. വിവരാവകാശ കമ്മീഷൻ എന്ന് പറയുന്നത് 2005. രാഷ്ട്രപതിയാണ് മുഖ്യ വിവരാവകാശ കമ്മീഷനെ നിയമിക്കുന്നത്. മുഖ്യ വിവരാവകാശ കമ്മീഷൻ ഇപ്പോഴത്തെ ആരാണ്? കമൻറ്റ് ചെയ്യുക, പഠിക്കാമല്ലോ നിങ്ങൾക്ക്. നെക്സ്റ്റ്, ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ വരുന്ന ആദ്യ സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ വരുന്ന ആദ്യത്തെ സംസ്ഥാനം ഏതാണ്? ആദ്യത്തെ സംസ്ഥാനത്തിൻ്റെ പേരാണ് ആന്ധ്രാപ്രദേശ്. ഇന്ത്യയുടെ ആദ്യത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ പേരെന്താണ്? സുകുമാർ സെൻ. അന്യായമായി തടങ്കൽ വെച്ചിട്ടുള്ള ഒരു വ്യക്തിയെ ഹാജരാക്കുന്നതിനായി സുപ്രീം കോടതി പുറപ്പെടുവിക്കുന്ന റിട്ടാണ് ഹേബിയസ് കോർപ്പസ്. ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം ഏത് കൃതിയിൽ നിന്നും എടുത്തിട്ടുള്ളതാണ്? ആൻസർ ആനന്ദമഠം. താഴെ പറയുന്നവരിൽ ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗങ്ങളായിട്ടുള്ള വനിതകൾ ആരെല്ലാം? ഇവയെല്ലാം എന്നാണ് ഉത്തരം. എല്ലാവരുമുണ്ട്. അമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധൻ, രാജ്കുമാരി അമൃത കൗർ, സരോജിനി നായിഡു. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗങ്ങളായിട്ടുള്ള വനിതകളാണ് അമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധൻ, രാജ്കുമാരി അമൃത കൗർ, സരോജിനി നായിഡു. നെക്സ്റ്റ് ചോദ്യം. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ? വേമ്പനാട്ട് കായൽ. കേരളത്തിൻ്റെ സംസ്ഥാന ചിത്രശലഭം ഏതായിരുന്നു? ബുദ്ധമയൂരി. ഇത് ആ സമയത്തൊരു കറണ്ട് അഫെയർ ക്വസ്റ്റ്യൻ ആയിരുന്നു. നെക്സ്റ്റ് വൺ. കേരളത്തിലെ നദികളിൽ കിഴക്കോട്ടൊഴുകുന്ന നദിയുടെ കിഴക്കോട്ട് പോകുന്ന നദി ഏതാണ്? ആൻസർ കബനി നദി. നെക്സ്റ്റ് ചോദ്യം. 2024 പാരീസ് ഒളിമ്പിക്സ് ഹോക്കിയിൽ വെങ്കലം നേടിയ ടീമിലെ മലയാളി താരം? ആൻസർ PR ശ്രീജേഷ്. അപ്പോൾ ശ്രീജേഷ് എന്ന് പറയുമ്പോൾ അദ്ദേഹം ഹോക്കിയാണെന്ന് ഓർത്തിരിക്കുക. അങ്ങനെ ഒരു ചോദ്യം 2026 വന്നിട്ടുണ്ട്. നെക്സ്റ്റ് ചോദ്യം. ഇരവികുളം ദേശീയോദ്യാനത്തിലെ സംരക്ഷിത മൃഗം ഏതാണ്?
ഇരവികുളം ദേശീയോദ്യാനത്തിലെ സംരക്ഷിത മൃഗം ഏതാണ്? വരയാട്. ഏത് കലാരൂപത്തിൽ നിന്നാണ് കഥകളി ഉണ്ടായത്? രാമനാട്ടം. ഭാരതത്തിൻ്റെ വടക്കേ അറ്റത്തുള്ള നദി ഏതാണ്? ഭാരതത്തിൻ്റെ അല്ല, കേരളത്തിൻ്റെ വടക്കേ അറ്റത്തുള്ള നദി ഏതാണ്? മഞ്ചേശ്വരം പുഴ. കേരളത്തിൽ കർഷക ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ചിങ്ങം 1. കായംകുളം താപവൈദ്യുത നിലയത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനം ഏതാണ്? നാഫ്ത. കേരളത്തിലെ ഏറ്റവും വലിയ മത്സ്യബന്ധന തുറമുഖം ഏതാണ്? നീണ്ടകര. നെക്സ്റ്റ് ചോദ്യം, 1812 വയനാട്ടിൽ നടന്ന കുറിച്യ കലാപവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ താഴെ പറയുന്നവയിൽ ഏതെല്ലാമാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. 1ഉം 4ഉമാണ് വരിക. 1ഉം 4ഉമാണ് വരിക. ഓക്കെ. ബ്രിട്ടീഷുകാർ അമിത നികുതി ചുമത്തിയത് കലാപത്തിനിടയാക്കി. കലാപത്തിന് നേതൃത്വം കൊടുത്തത് രാമൻ നമ്പിയായിരുന്നു. 1812 കുറിച്യ കലാപം. ഓർത്തു വെച്ചോളൂ. 1812 കുറിച്യ കലാപം. സൈഡിലൊക്കെ ഒന്ന് എഴുതി വെക്കാം വെറുതെ കാണുമ്പോൾ. 2024 മനസ്സമാധാനത്തിനുള്ള സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരം നേടിയ സംഘടന ഏതാണ്? മനസ്സമാധാനമാണ്. സമാധാനത്തിനുള്ള പുരസ്കാരം നേടിയവരുടെയായിരുന്നു നിഹോൺ ഹിഡാൻക്യോ. മനസ്സ് കിട്ടുന്നില്ല എപ്പോഴും. നിഹോൺ ഹിഡാൻക്യോ. 24 ചോദിക്കും. നെക്സ്റ്റ് ചോദ്യം, 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളി മത്സര വിജയി ഏതാണ്? 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളി മത്സര വിജയിയാണ് കാരിച്ചാൽ ചുണ്ടൻ. ചുവടെ പറയുന്നതിൽ ശരിയായ ജോഡി ഏതാണ്? ശരിയായ ജോഡി ഇവിടെ ഏതാണ്? പണ്ഡിറ്റ് കറുപ്പൻ ജാതിക്കുമ്മി. നെക്സ്റ്റ് ചോദ്യം, 2025 പ്രഥമ കൊക്കോ ലോകകപ്പ് വേദിയാകുന്ന രാജ്യം ഏതാണ്? ഇന്ത്യ. VT ഭട്ടതിരിപ്പാട് രചിച്ച പ്രസിദ്ധമായ നാടകം ഏതാണ്? അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക്. തിരുവിതാംകൂറിൻ്റെ ഝാൻസി റാണി എന്നറിയപ്പെട്ട സ്വാതന്ത്ര്യ സമര പോരാളി ആരാണ്? തിരുവിതാംകൂറിൻ്റെ ഝാൻസി റാണി. ആൻസർ അക്കമ്മ ചെറിയാൻ. ചുവടെ പറയുന്നവയിൽ ഏത് സംഭവത്തിനാണ് നേതൃത്വം കൊടുത്തത്? ഡോക്ടർ KB മേനോൻ. ആൻസർ കിഴരിയൂർ ബോംബ് കേസ്. നെക്സ്റ്റ് ചോദ്യം, മൊബൈൽ ഫോൺ അടിമപ്പെടുന്ന കുട്ടികളെ മോചിപ്പിക്കാനുള്ള പോലീസിൻ്റെ പദ്ധതിയാണ് കൂട്ട്. മഹാകവി G. ശങ്കരക്കുറുപ്പ് രണ്ടാമൂർത്തിനെ വിശേഷിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവാരായിരുന്നു? ശ്രീനാരായണ ഗുരു. ഓക്കെ. ഇതിൻ്റെ സയൻസ് ക്വസ്റ്റ്യൻസ് ഞാൻ പ്രത്യേകം എടുക്കാം. പ്ലസ് SCRT പ്ലസ് സയൻസ് കൂടി എടുത്തു തരാൻ വേണ്ടിയാണ് അത് കട്ട് ചെയ്തിട്ട് മാത്സിലേക്ക് പോവാം. നമുക്ക് മാത്സ് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക. ആൻസേഴ്സ് കറക്റ്റാണെന്ന് നോക്കുക. 20ൽ 19, 18 മാർക്ക് വാങ്ങിച്ചെങ്കിൽ മാത്രമേ ലിസ്റ്റിലേക്ക് കടക്കുകയുള്ളൂ. ഓക്കെ, അങ്ങനെ ഓർക്കുക. 20ൽ 10 മാർക്ക് വാങ്ങിച്ചാൽ ഒരിക്കലും ലിസ്റ്റിലേക്ക് വരില്ല. അത് മനസ്സിൽ വെച്ചിട്ട് 19 അല്ലെങ്കിൽ 18 മാർക്ക് കിട്ടാൻ വേണ്ടി പഠിക്കണം. ഓക്കെ. തുടർച്ച 5 എണ്ണൽ സംഖ്യകളുടെ തുക 300 ആണെങ്കിൽ അതിൽ ഏറ്റവും വലിയ സംഖ്യ ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, 62 ആണ്. ആൻസർ ഓപ്ഷൻ ബി 62. ഓക്കെ. തന്നിരിക്കുന്ന ഭിന്നസംഖ്യ ജോഡിയിൽ നിന്നും തുക 1 വരാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ സി. 36 ലിറ്റർ വെള്ളം കൊള്ളുന്നൊരു ടാങ്കിൽ കുറച്ച് വെള്ളമുണ്ട്. 20 ലിറ്റർ വെള്ളം കൂടി ഒഴിച്ചപ്പോൾ 4/3 ഭാഗം നിറഞ്ഞു, 3/4 ഭാഗം നിറഞ്ഞു എങ്കിൽ ആദ്യം ടാങ്കിൽ എത്ര ലിറ്റർ വെള്ളം ഉണ്ടായിരുന്നു? ആൻസർ ഓപ്ഷൻ എ ആണ്, 7 ലിറ്റർ. നെക്സ്റ്റ് ചോദ്യം, തന്നിരിക്കുന്നവയിൽ പൂർണ്ണവർഗം ഏതാണ്? തന്നിരിക്കുന്നതിൽ പൂർണ്ണവർഗമാണ് 5:4. 1 കിലോഗ്രാം ആപ്പിളിന് 180 രൂപയും 1 കിലോഗ്രാം ഓറഞ്ചിന് 60 രൂപയുമാണ് വില. 3 കിലോഗ്രാം ആപ്പിളിനും 4 കിലോഗ്രാം ഓറഞ്ചിനും കൂടി ആകെ എത്ര രൂപയാകും? ഉത്തരം ഓപ്ഷൻ ബി ആണ്, 780 രൂപ. നെക്സ്റ്റ് ചോദ്യം, 20 മീറ്റർ പെർ സെക്കൻഡ് ശരാശരി വേഗതയിൽ പോകുന്നൊരു കാർ 36 കിലോമീറ്റർ സഞ്ചരിക്ക് എത്ര സമയമെടുക്കും? 36 കിലോമീറ്റർ സഞ്ചരിക്ക് എത്ര സമയമെടുക്കും? ആൻസർ ഓപ്ഷൻ എ ആണ്, 30 മിനിറ്റ്. 1.25 എന്ന ദശാംശ സംഖ്യയ്ക്ക് തുല്യമായ ഭിന്നസംഖ്യ ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി, 5/4. ഒരാളൊരു സാധനം 2070 രൂപയ്ക്ക് വിറ്റപ്പോൾ 10% നഷ്ടമുണ്ടായി. 5% ലാഭം ഉണ്ടാകണമെങ്കിൽ ആ സാധനം എത്ര രൂപയ്ക്ക് വിൽക്കണമായിരുന്നു? ആൻസർ ഓപ്ഷൻ ഡി ആണ്, 2515 രൂപ. നെക്സ്റ്റ്, 196 കിലോമീറ്റർ പരപ്പളവ് അല്ലേ, ചതുരശ്ര മീറ്ററാണ്. പരപ്പളവ് അല്ലെങ്കിൽ വിസ്തീർണം ഉള്ള ഒരു സമചതുരത്തിൻ്റെ
ഒരു വശത്തിൻ്റെ നീളം എത്രയാണ്? ആൻസർ 14 മീറ്റർ. നെക്സ്റ്റ് ചോദ്യം, 5, 7, 14 എന്നീ 3 സംഖ്യകൾ കൊണ്ടും പൂർണ്ണമായും ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏതാണ്? ആൻസർ 70. 5 വർഷം മുൻപ് സാബുവിൻ്റെ വയസ്സ് ഷീലയുടെ വയസ്സിൻ്റെ 3 മടങ്ങായിരുന്നു. ഇപ്പോൾ സാബുവിന് ഷീലയേക്കാൾ 12 വയസ്സ് കൂടുതലുണ്ട്. എങ്കിൽ ഷീലയുടെ ഇപ്പോഴത്തെ വയസ്സ് എത്രയാണ്? ആൻസർ 11 വയസ്സ്. ഒരു പ്രത്യേക കോഡിൽ ലവ് എന്നതിന് NQXG എന്ന് എഴുതിയിരിക്കുന്നു എങ്കിൽ ഹെയ്റ്റ് എന്നതിന് കോഡ് എന്താണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് JCVG അല്ലേ? അത് ഇംഗ്ലീഷ് അക്ഷരം അറിയാവുന്ന നമ്മൾ നോക്കി എഴുതിയാൽ മതി. എത്ര എണ്ണം വരുന്നൊക്കെ റിപ്പീറ്റ് ചെയ്ത് നോക്കിയാൽ മതി. സിമ്പിളായ സംഭവമാണ്, മാർക്ക് കളയില്ല. 1 - ½ × ½ + 1/2 എത്രയാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് 1/4. തന്നിരിക്കുന്ന ശ്രേണിയിൽ അടുത്തത് ഏതാണ്? ഇതും വളരെ സിമ്പിളായ ചോദ്യമാണ്. ABCD അറിയാത്ത ആരുമില്ല. എഴുതി നോക്കുക, ചെയ്ത് നോക്കുക. ഓക്കെ, ആൻസർ ഓപ്ഷൻ സി ആണ് EB അല്ലേ? നെക്സ്റ്റ്, തന്നിരിക്കുന്ന പദങ്ങളെ അർത്ഥവത്തായ രീതിയിൽ ക്രമീകരിക്കുക. ആൻസർ ഓപ്ഷൻ ബി ആണ്. ക്രമീകരിക്കുന്ന രീതി ബി ആണ് കേട്ടോ. ബി നോക്കിക്കോളൂ. നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ അത് നോക്കണേ. സയൻസുമായി ബന്ധപ്പെട്ട സംഭവമാണ് അത്. സയൻസ് നമ്മുടെ പ്രോജക്റ്റ് ബന്ധപ്പെട്ട കാര്യം. പ്രോജക്റ്റ് നമ്മുടെ അസൈൻമെൻറ്റ് എഴുതുമല്ലോ, അതുമായിട്ടുള്ള നമ്മുടെ ആ അസൈൻമെൻറ്റ് എഴുതപ്പോൾ ഇല്ല, എല്ലാ ക്ലാസ്സിലും ഇപ്പോൾ എഴുതാറുണ്ട്. അപ്പോൾ അത് നമുക്കറിയാവുന്ന കാര്യം. നെക്സ്റ്റ് വൺ, തന്നിരിക്കുന്ന സംഖ്യകളിൽ ഒറ്റയാൻ ആരാണ്? ഒറ്റയാൻ ആരാണ്? ഇച്ചിരി കടുപ്പെടുത്തമായിരിക്കും, എന്നാൽ ചെയ്യാൻ ശ്രമിക്കണം. ആൻസർ ഓപ്ഷൻ എ ആണ് 63. നെക്സ്റ്റ്, ഒരു വരിയിൽ 50 കുട്ടികൾ നിൽക്കുന്നു. മുന്നിൽ നിന്നും എണ്ണുമ്പോൾ രാഹുൽ 16ാമത് നിൽക്കുന്നു. പിന്നെയും നോക്കുമ്പോൾ ബാത്തിമ 38ാമത് നിൽക്കുന്നു. എങ്കിൽ രാഹുലിനും ബാത്തിമയ്ക്കും ഇടയിൽ വരികൾ എത്ര കുട്ടികളുണ്ട്? ആൻസർ ഓപ്ഷൻ എ ആണ് 2. ഒരാൾ വീട്ടിൽ നിന്നും 12 കിലോമീറ്റർ തെക്കോട്ട് സഞ്ചരിക്കുന്നു. അതിനുശേഷം 7 കിലോമീറ്റർ കിഴക്കോട്ട് സഞ്ചരിക്കുന്നു. തുടർന്ന് 4 കിലോമീറ്റർ വലത്തോട്ട് പോയി. അതിനുശേഷം 7 കിലോമീറ്റർ വലത്തോട്ട് പോയി. ഇപ്പോൾ വീട്ടിൽ നിന്നുമുള്ള അയാളുടെ സ്ഥാനം എവിടെയാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് 16 കിലോമീറ്റർ തെക്ക്. അപ്പോൾ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞ സ്ഥിതിക്ക് കണക്ക് ചെയ്ത് നോക്കി ആൻസേഴ്സ് കറക്റ്റാണോ നോക്കുക. ഓക്കെ, അതാണ് ഇപ്പോൾ ചെയ്യേണ്ട കാര്യം. ഇനി അതറിയത്തില്ലെങ്കിൽ മറ്റ് കണക്കിൻ്റെ മാഷന്മാരൊക്കെ യൂട്യൂബിൽ ഇഷ്ടംപോലെ ഉണ്ടല്ലേ, നല്ല നല്ല മാഷന്മാരൊക്കെ ഉണ്ട്. അതിൽ സിമ്പിളായി പഠിപ്പിക്കുന്ന ആൾക്കാരും ഒക്കെ ഉണ്ട്, ആരെയും പറയുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആരെന്ന് വെച്ചാൽ കണ്ടിട്ട് അവരുടെ ആൻസർ നോക്കി വീണ്ടും ഇത് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, നെക്സ്റ്റ്, ഒരു ക്ലാസ്സിലെ 5 കുട്ടികളുടെ ഭാരം അളന്നപ്പോൾ ബിയുടെ ഭാരം എയേക്കാളും ഡിയേക്കാളും കുറവാണ്. ഇയുടെ ഭാരം സിയേക്കാൾ കൂടുതലും ബിയേക്കാൾ കുറവുമാണ്. ഏറ്റവും കൂടുതൽ ഭാരം ഡിക്കാണെങ്കിൽ ഏറ്റവും കുറവ് ഭാരം ആർക്കാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് കേട്ടോ. നെക്സ്റ്റ് വരുന്നത് ABC 6, BCD 9 ആണെങ്കിൽ CD എന്ന് പറയുന്നത് എത്രയാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ബാക്കി സയൻസ് ഭാഗത്തെ ക്വസ്റ്റ്യൻസ് ഞാൻ SCRT കണ്ടൻറ്റ് പ്ലസ് സയൻസും കൂടി ആഡ് ചെയ്തൊരു വീഡിയോ തൊട്ട് പുറകിടുന്നതായിരിക്കും. ഇത് കാണാൻ ശ്രമിക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു അഗെയിൻ. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻസുകളൊക്കെ രേഖപ്പെടുത്തുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു.